ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിക്ക് കൂടി ജീവൻ നഷ്ടമായിട്ടുണ്ട്. കൊച്ചി ഇടപ്പള്ളി സ്വദേശി 65 വയസ്സുകാരനായ പ്രവാസി എൻ രാമചന്ദ്രനും ജീവൻ നഷ്ടമായെന്ന വേദനിപ്പിക്കുന്ന വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അതെ, അതിൻ്റെ ഈ കൊല്ലപ്പെട്ടതിൻ്റെ ഞെട്ടലിലും വേദനയിലുമാണ് അയൽവാസികളും ഉറ്റവരും. വിനോദയാത്ര കഴിഞ്ഞ് ഞായറാഴ്ച മടങ്ങിയെത്തുന്നതും കാത്തിരുന്നവർക്ക് തീരാ നോവായി എത്തിയത് മരണവാർത്തയായിരുന്നു. രാമചന്ദ്രന്റെ സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടപ്പള്ളി ശ്മശാനത്തിൽ നടക്കും. ലൈഫ് ഈസ് ബെറ്റർ ഇൻ ദ ഗാർഡൻ. പൂന്തോട്ടത്തിലെ ജീവിതം മികച്ചതാണെന്ന് രാമചന്ദ്രന്റെ വീടിന് മുന്നിൽ എഴുതിയിരിക്കുന്ന വാചകമാണിത്. പൂക്കളെയും പ്രകൃതിയെയും ഒക്കെ ഏറെ സ്നേഹിച്ചിരുന്ന രാമചന്ദ്രനും കുടുംബവും ഏറെ ആഹ്ലാദത്തോടെയാണ് ഇന്ത്യയുടെ പൂന്തോട്ടമെന്നറിയപ്പെടുന്ന കശ്മീരിലേക്ക് വിനോദയാത്ര പോയത്. അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തം. ഒരു കൂട്ടം ഭീകരവാദികളുടെ കാടത്തത്തിന് മുന്നിൽ കുടുംബത്തിന് നഷ്ടമായത് അവരുടെ ഗൃഹനാഥനെ. ആഘാതം കുടുംബത്തിന് മാത്രമല്ല, നാട്ടുകാർക്കും ബന്ധുക്കൾക്കും തീരാവേദന. എന്താ പറയാൻ വാക്കുകളില്ല. സത്യം പറഞ്ഞ ഞെട്ടൽ തന്നെ. ഞെട്ടലിനോട് മാത്രമല്ല, ഒരു ഭീതിമായ ഒരു സ്നേഹമാണ് ഞങ്ങൾ കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും. എന്ത് കാര്യം ഏറ്റെടുത്താലും മുന്നോട്ട് നല്ല ഊർജ്ജസ്വലയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. മാങ്ങാട്ടെ നീരാഞ്ജനം വീട്ടിൽ കണ്ണീരും ദുഃഖവും തളം കെട്ടി നിൽക്കുകയാണ്. മരണവാർത്ത ഉൾക്കൊള്ളാനാകാത്ത സങ്കടത്തിൽ ഇടപ്പള്ളി. ഒരു വിഷുവിൻ്റെ ആഘോഷം, ഒരു നന്മയുടെ ആഘോഷം കഴിഞ്ഞ് പോയ ഒരാൾ, കൊച്ചുമക്കളുമൊത്ത് ആഘോഷിക്കാൻ പോയ ഒരാൾ, നമ്മുടെ സഹോദരൻ, അത് നഷ്ടപ്പെടുമ്പോഴുള്ളൊരു വേദന അസുഖത്തിൽ ഇത് ഞെട്ടിക്കുന്നതാണ്. ഒരിക്കലും ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല. കാരണം മകളോട് വിളിച്ചപ്പോൾ മകള് പറഞ്ഞത് ഐഡൻറ്റി ചോദിച്ചിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറയണം. ഐഡൻറ്റി ചോദിച്ചാൽ ഐഡൻറ്റി നോക്കി ഉടനെ തലയിൽ ഷൂട്ട് ചെയ്യുമെന്ന് പറയണം. എന്താണിത്? സാമൂഹ്യരംഗത്ത് വളരെ സജീവമായിരുന്നു രാമചന്ദ്രൻ. തനിക്ക് സഹായിയായ സഹോദരനെയാണ് നഷ്ടമായതെന്ന് അയൽവാസിയായ അന്നമ്മ തോമസ്. ഞാൻ കിടന്നപ്പോഴേട്ടോ പോലീസ് വണ്ടി വന്നു. എന്താ കാര്യമെന്നറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങി, പുള്ളിക്കാരനും ഇറങ്ങി വന്നു. അമ്മച്ചി നമ്മുടെ രാമചന്ദ്രൻ പോയെന്ന് പറഞ്ഞു. പിന്നെന്താ പറയാൻ. അപ്പം അതോടുകൂടി നമ്മുടെ എന്തോ സഹായം വേണേലും ചെയ്യുമായിരുന്നു. എൻ്റെ കയ്യൊന്നൊടിഞ്ഞായിരുന്നു. പുള്ളിക്കാരനെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. എന്ത് വന്നാലും ഒക്കെ ചെയ്യും. സന്തോഷമെല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് വേദനയിലേക്ക് വഴിമാറിയത്. ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ പ്രവാസ ജീവിതം മതിയാക്കി ഏതാനും വർഷം മുൻപാണ് നാട്ടിൽ മടങ്ങിയെത്തിയത്. ഭാര്യ ഷീലയുമൊത്ത് ഇടപ്പള്ളിയിലെ വീട്ടിലായിരുന്നു താമസം. മകൾ വിദേശത്തും മകൻ ബംഗളൂരുവിലുമായിരുന്നു. മകൾ നാട്ടിലെത്തിയപ്പോഴായിരുന്നു വിനോദയാത്രയ്ക്ക് പോയത്. 1992 BJP സ്ഥാനാർത്ഥിയായി ജില്ലാ കൗൺസിലിലേക്കും രാമചന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട്. ക്യാമറമാൻ വിനു തോമസിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.